അധികാരത്തിന് ചില പ്രയോജനങ്ങളുണ്ട്. അധികാരത്തിൽ കൊണ്ട് നമുക്ക് പ്രവർത്തന നിരതരാകാം. അതുപോലെ മുൻഗണനാക്രമത്തിൽ കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ താഴേക്ക് വീണ് പോയവരെ നമുക്ക് കൈപിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കാം, അവർക്ക് ഒരു കൈത്താങ്ങാകാം. അതുപോലെ നമുക്ക് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം. അതുപോലെ മറ്റു വ്യക്തികളെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ കഴിവുകൾ അവിടെ അധികാരത്തിലിരുന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും. അധികാരത്തിലിരുന്നു എന്ന് വെച്ച് കാര്യമില്ല, പക്ഷെ നമ്മൾ അധികാരത്തിലിരുന്ന് എന്തൊക്കെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. തലപ്പത്തിരിക്കുന്നവർക്കെല്ലാം തലച്ചോറുണ്ടാകണമെന്നില്ല. അപ്പോൾ നമ്മൾ നമ്മളുടെ ബുദ്ധിയും കഴിവും സാമർഥ്യവും ഉപയോഗിച്ച് മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കുന്നു എന്നതിലാണ് കാര്യം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാനും ഒക്കെ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് അധികാരത്തിലിരിക്കുന്ന സമയത്ത് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു മനോബലം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ. അപ്പം അർഹതയുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ ആ സ്ഥാനത്തെ അധികാരത്തിലിരിക്കുമ്പോൾ ഉള്ള ആ ഒരു കാലഘട്ടത്തെ വിനിയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. തീരുമാനങ്ങൾ എടുക്കുമ്പം അത് എത്രത്തോളം മറ്റ് ജനങ്ങൾക്ക് നന്മ നൽകുന്ന വിധത്തിലുള്ളതാണെന്ന് മനസ്സിലായിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. മികച്ചവരെന്ന് നമ്മൾ മറ്റുള്ളവരെ വിലയിരുത്തുന്നത് അവനവൻ്റെ പ്രയത്നവും കഴിവും ആത്മാർത്ഥതയും മറ്റു വ്യക്തികളോട് കാണിക്കുന്ന പെരുമാറ്റവും കൊണ്ടാണ് നമ്മളെ മറ്റൊരുത്തനെ എത്രത്തോളം മികച്ചവനാണെന്നും ശക്തനാണെന്നും മനസ്സിലാക്കുന്നത്. നമുക്ക് ഇപ്പം ഒരുപാട് ശക്തി ഉണ്ടായെന്ന് വെച്ചിട്ട് കാര്യമില്ല. അതിനിപ്പോൾ ഉദാഹരണമായിട്ട് ഞാനൊരു കഥ പറയാം. ഒരു യുവാവ് ഗുരുകുലത്തിൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് തിരിച്ചു പോരാൻ വേണ്ടി പോകുമ്പോൾ ഗുരുദേവൻ ചോദിക്കും, നിനക്ക് എങ്കിലും ഒരു വരദാനം ചോദിച്ചോ, ഞാനത് സാധിച്ചു തരാമെന്ന് പറയും. അപ്പോൾ ഇവൻ പറയും, എനിക്ക് ശക്തനായി തീരണമെന്ന് പറയും. അപ്പോൾ ഗുരു അതനുസരിച്ച് ഇവനെ ശക്തനാക്കി മാറ്റും. അങ്ങനെ ഇവൻ ശക്തനായി കഴിഞ്ഞതിന് ശേഷം ഇവൻ നാട്ടിലോട്ട് തിരിച്ചു പോകും. അപ്പോൾ അവിടെ ഒരു ഗ്രാമത്തിൽ ആൾക്കാർക്ക് കൃഷി ചെയ്യാനൊന്നും സാധിക്കാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം അവരെ എങ്ങനെ സഹായിക്കണമെന്ന് ഇവൻ ചിന്തിക്കും. അപ്പോൾ അവിടെ ഒരു വലിയ പർവ്വതമുണ്ട്. ആ പർവ്വതം അവിടെ ഇല്ലെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും നല്ല അഭിവൃദ്ധി ഉണ്ടാവും. അപ്പോൾ അത് പിഴുത് മാറ്റിക്കളയാമെന്ന് വിചാരിച്ചിട്ട് ഈ ശിഷ്യൻ അവിടെ ചെന്നിട്ട് ആ പർവ്വതം പിഴുതു മാറ്റും. അപ്പം ആ പർവ്വതത്തിൻ്റെ പാറക്കെട്ടുകൾ തകർന്ന് താഴത്തേക്ക് വീഴും. അപ്പോൾ ആ പാറക്കെട്ടുകൾ വീഴുമ്പം കുറേ ആൾക്കാർ മരിക്കാനിടയാകും, കുറേ പേർക്ക് പരിക്കേൽക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ആൾക്കാർ ഇവനെ പൊതിരെ തല്ലിക്കൊണ്ട് ആ നാട്ടിൽ നിന്ന് അവിടെ നിന്ന് ഓടിച്ചു വിടും. അങ്ങനെ ഇവൻ രണ്ടാമത് വേറൊരു ഗ്രാമത്തിൽ ചെല്ലും. അത് മുക്കുവരുടെ ഗ്രാമമായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ജനങ്ങൾ മത്സ്യം ഒന്നും അവർക്ക് പുഴയിൽ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് മീനുകളെ ആ കുളത്തിൽ നിറക്കും, ആ പുഴയിൽ നിറക്കും. അങ്ങനെ മീനുകൾ നിറയുമ്പോഴത്തേക്ക് ആൾക്കാർ ആ മീനുകൾ വലയിട്ട് പിടിച്ചിട്ട് കഴിക്കും. എല്ലാ ആൾക്കാരും കഴിക്കുന്നവർക്കൊക്കെ അസുഖങ്ങൾ ബാധിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവനെ അവിടെയുള്ള ആൾക്കാർ അവിടെ നിന്ന് ഓടിച്ചു വിടും. അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവൻ തിരിച്ച് ഗുരുവിൻ്റെ അടുത്ത് എത്തുവാണ്. അപ്പോൾ ഗുരു ചോദിക്കും, എന്താണ് നീ തിരിച്ചു വന്നതെന്ന് ചോദിക്കും. അപ്പോൾ കാര്യങ്ങൾ പറയും ഗുരുവിൻ്റെ അടുത്ത്. അപ്പോൾ ഗുരു പറയും, നിനക്ക് ശക്തിയുണ്ട്, പക്ഷേ അതെങ്ങനെ ചെയ്യണമെന്നും മറ്റുള്ളവരെ എങ്ങനെ സഹായിക്കണമെന്നും നിനക്കറിയത്തില്ല, അതാണ് നിൻ്റെ പ്രശ്നമെന്ന് പറയാം. അപ്പം ശക്തനായതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് എങ്ങനെയാണ്, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിലൊക്കെയാണ് കാര്യം. ജീവിതത്തിൽ പല സാഹചര്യങ്ങളുണ്ട് നമുക്ക് നമ്മളുടെ ശക്തിയും കഴിവും ഉയർത്താനും മറ്റുള്ളവർക്ക് മുമ്പിൽ ആദരവും അതുപോലെ കഴിവും സാമർഥ്യവും തെളിയിക്കാനും. അത് നമ്മൾ ഉപയോഗിക്കുന്നതിലാണ് കാര്യം. നമ്മളത് എത്രത്തോളം ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്കായിട്ട് എന്തൊക്കെ ചെയ്യുന്നു എന്നതിലാണ് നമ്മളെ നാളെ മറ്റു ജനങ്ങൾ തിരിച്ചറിയുകയും നമ്മളുടെ കഴിവുകളെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ കഴിവുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ല കഴിവുള്ളൊരു വ്യക്തിയായി മാറാനും
സ്വന്തം സാമർഥ്യങ്ങളും ശക്തിയും തെളിയിക്കാനും സാധിക്കുന്നതാണ്. അതുപോലെ അധികാരത്തിലിരുന്നു കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് ആനുകൂല്യം ലഭിക്കാത്ത നിൽക്കുന്ന ആനുകൂല്യത്തിന് അർഹരായ വ്യക്തികൾക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തും അവരെ സഹായിച്ചുകൊണ്ടും ഒക്കെ നിങ്ങൾക്ക് മുന്നേറാനും മറ്റു വ്യക്തികളുടെ മനസ്സ് കീഴടക്കാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അധികാരത്തിലിരുന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ.